വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് എൻ്റെ ഫസ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് ആണ്, ഒരു 12-hour നൈറ്റ് ഡ്യൂട്ടി. അപ്പോൾ അതൊരു കുട്ടി വ്ളോഗായിട്ട് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാ നമുക്ക് റെഡിയാവാം. അങ്ങനെ ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഡിന്നർ എത്തി. അപ്പോൾ ഇന്നത്തെ മെനു പൊട്ടറ്റോ ബാജിയും ചപ്പാത്തിയാണേ. അത് കഴിച്ചു നമ്മൾ. അങ്ങനെ നമ്മൾ റെഡിയായി ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഇന്ന് എനിക്ക് 12 മണിക്കൂർ നൈറ്റ് ഷിഫ്റ്റ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്താണ് ശരിക്കും ചെയ്യേണ്ടേ, എന്താണ് എൻ്റെ പോസ്റ്റ് ഇന്നത്തേന്നൊന്നും പറഞ്ഞില്ല അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നൈറ്റ് വാർഡ് HS ആണ്. അപ്പോൾ എല്ലാ വാർഡിലും നമ്മൾ നമ്പർ കൊടുക്കണം. അവിടെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കും. ആൻഡ് നമ്മൾ അവിടെ പോയി അത് എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് നമ്മുടെ വാർഡ് അന്നത്തെ കൺസേൺഡ് വാർഡ് എമ്മോനെ അറിയിക്കണം. അപ്പോൾ അതുകൊണ്ട് എല്ലാ വാർഡിലും പോയി നമ്പർ കൊടുക്കുന്ന ഒരു രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ലിഫ്റ്റ് ഒന്നും അങ്ങനെ പ്രവർത്തിക്കില്ല. പിന്നെ ഉള്ളത് വാർഡില്ലാത്ത ഏരിയയിൽ ലൈറ്റുകളും ഉണ്ടാവാറില്ല. അപ്പോൾ എല്ലായിടത്തും നമ്പർ കൊടുത്ത് ഞാൻ HS മുറിയിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ HS മുറി എത്തി. ഇതാണ് ഞങ്ങളുടെ HS റൂം. അപ്പോൾ 3 ബെഡൊക്കെ ഉണ്ട് കേട്ടോ. കാഷ്വാലിറ്റി പോസ്റ്റിങ്ങും വാർഡ് പോസ്റ്റിംഗ് ഉള്ളവരും നൈറ്റിൽ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. അങ്ങനെ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാന്ന് കരുതി കുറച്ച് നേരം. അപ്പോഴാണ് ഫീമെയിൽ വാർഡിൽ നിന്ന് കോൾ വന്നത്. അത് ഒരുവിധം രാത്രിയായി കേട്ടോ. അത് 5th ഫ്ലോറിലായതുകൊണ്ട് നല്ല മഴക്കോളും ഉണ്ടായി അന്നേരം. രാത്രി നല്ല ഭംഗിയായിട്ട് ആ 5th ഫ്ലോറിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായി. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ലേശം ദാഹിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ജ്യൂസ് കുടിച്ചേക്കാന്ന് കരുതി. അങ്ങനെ അടുത്തുള്ളൊരു ജ്യൂസ് കടയിൽ വന്നിട്ടോ ഞാൻ. അങ്ങനെ ഞാൻ ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഫ്രൂട്ട് ജ്യൂസുകൾ. ഫ്രൂട്ട്സും എനിക്കിഷ്ടമാണ്. അതിലേറ്റവും കൂടുതൽ എനിക്കിഷ്ടം ഗ്രേപ്സും ആപ്പിളുമാണ് കേട്ടോ. ലൈം ജ്യൂസും എനിക്കിഷ്ടമാണ്, പക്ഷേ ഗ്രേപ്പ് ജ്യൂസാണ് മൈ ഫേവറേറ്റ്. അങ്ങനെ ഉറങ്ങിയും ഓടിയും കിടന്നും നടന്നും ഒക്കെ രാവിലെയായി എൻ്റെ 12-hour ഡ്യൂട്ടി ഷിഫ്റ്റ് കഴിഞ്ഞു. അങ്ങനെ ഒരു 8-8:30 ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹോസ്റ്റലിലേക്ക് ഇറങ്ങുകയാണ്. രാവിലെ നടക്കാൻ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. ഞാനങ്ങനെ രാവിലെ മോർണിംഗ് വാക്കിന് നടക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ ഈ ഒരു സമയത്ത് നടന്നപ്പോൾ ഒരു പ്രത്യേക ശാന്തത, ഒരു കാംനെസ് ടു മൈ മൈൻഡ് ഉണ്ടായി. അപ്പോൾ ഞാൻ കരുതുന്ന ഇതുപോലെ ഇടയ്ക്ക് നടക്കുന്നത് നല്ലതാണ്. പക്ഷെ എവിടെയാണ് സമയമല്ലേ. അപ്പോൾ എൻ്റെ ഹോസ്റ്റൽ ഞാൻ പോകുന്ന ഹോസ്പിറ്റലിലെ ബാക്കിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ റോഡിലെത്തുമ്പോൾ കാണുന്ന ഹോസ്പിറ്റലിലെ ഭാഗമാണിത്. ഇത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ. കാരണം എൻ്റെ ഹോസ്റ്റൽ ബാൽക്കണിയിൽ നിന്നും ഇതേ സെയിം പാർട്ട് ഓഫ് ദി ഹോസ്പിറ്റൽ കാണാം നമുക്ക്. ആലപ്പുഴ പ്രകൃതി രമണീയമായ ഭംഗിയുള്ളൊരു സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ താമസിക്കുന്ന സ്ഥലം ഇത്തിരി സിവിലൈസ്ഡ് ആയതുകൊണ്ട് അത്രയ്ക്ക് പ്രകൃതി രമണീയമായ ഭംഗിയൊന്നും പച്ചപ്പൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ചെറിയതായ ഒരു പച്ചപ്പൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ സൂര്യനെയും കണ്ടു. എൻ്റെ നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞു, രാവിലെയായി. പക്ഷെ കഥ ഇവിടെ കഴിയുന്നില്ല കേട്ടോ. എനിക്കിനി മോർണിംഗ് ഡ്യൂട്ടിയും കൂടിയുണ്ട്. അതൊക്കെ ഇനി വരികെ കാണാം. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ഷെയറും ചെയ്തിരിക്കുക. അല്ലാണ്ട് എങ്ങനെ അറിയും? അപ്പോൾ കാണാം നമുക്ക് കേട്ടോ.